ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ ലോകകപ്പിൽ കിടക്കുന്ന പ്രകാശനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രകാശ് ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് 3 പെൺമക്കൾ കൂടി വരുന്നത്. കല്യാണി വന്നിട്ട് അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് പ്രകാശനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ചാടി എണീറ്റിട്ട്, മക്കളെ നിങ്ങൾ വീണ്ടും വന്നോ മക്കളെ എന്ന് ചോദിക്കണം. അച്ഛനെ കാണാതിരിക്കാനായിട്ട് എങ്ങനെ കഴിയും അച്ഛാ? അച്ഛൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയല്ലേ, എനിക്ക് കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അച്ഛൻ പറഞ്ഞപ്പോഴേക്ക് അച്ഛൻ ഹാപ്പിയാണ് മോളെ. ദേ അച്ഛന് ഒരു കുഴപ്പമില്ല, അച്ഛൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്നത്. കാരണം എൻ്റെ മക്കളെ ഉപദ്രവിക്കാനായിട്ട് ആരുമില്ല, അതുകൊണ്ട് അച്ഛന് സന്തോഷത്തോടെ ജയിലിലേക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഇല്ല അച്ഛൻ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരില്ല, നവീനേട്ടൻ കോടതിയിലേക്ക് വരുമെന്ന് പറയാണ്. എന്നിട്ട് നവീൻ എന്ത് പറഞ്ഞു? ഇത് കേട്ട കല്യാണിയാണെങ്കിൽ തലയും കുനിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മനസ്സിലായി, നവീൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി മോളെ. ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സാരമില്ല മക്കളെ, എനിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ശത്രുവിനെ ഞാൻ കൊന്നില്ലേ, എനിക്കതിൽ പരം സന്തോഷം വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ മക്കളെ? ഒന്നുമില്ല. കഴിഞ്ഞപ്പോൾ നമ്മുടെ കാർത്തികയാണെങ്കിൽ, ഇല്ല അച്ഛൻ ജയിലിൽ പോകാനായിട്ട് സമ്മതിക്കില്ല, അച്ഛൻ എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടണം. ദേ നവീനാണെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞത്, ഉറപ്പായിട്ടും ട്രൈ ചെയ്യും അതൊക്കെ പറയുമ്പോൾ നമ്മുടെ കാദംബരിയും പറയാണ്, അതെ അച്ഛനെ ഞങ്ങൾക്ക് ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല അച്ഛനൊരു അവസ്ഥ ഞങ്ങൾക്ക് വേണ്ടിയില്ല അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ നേരിടേണ്ടി വന്നത് എന്നൊക്കെ പറയുമ്പോൾ, മക്കളെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ആ CI ഇല്ലേ, നല്ലൊരു മനുഷ്യനായിരുന്നു, എനിക്ക് വേണ്ടിയുള്ള നല്ല ആഹാരവും വെള്ളവും ഒക്കെ എനിക്ക് തന്നു, എനിക്ക് ഒരു കുറവുണ്ടായില്ല. പിന്നെ എൻ്റെ കഥകളെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അതെല്ലാം കേട്ടോണ്ടിരുന്നു. എന്നെ അതിൽ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടേയില്ല. ഇത് കേട്ട് നമ്മുടെ കല്യാണിയാണെങ്കിൽ, അച്ഛൻ വിക്രമനെ കൊന്നത് ആരും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല, പത്രത്തിലൊക്കെ എന്തോരം ന്യൂസാണ് വന്നിരിക്കുന്നതെന്ന് അറിയാവോ? അച്ഛനെ എല്ലാവരും ന്യായീകരിച്ച് തന്നെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ജയിലിൽ പോയാലും പെട്ടെന്ന് തന്നെ അച്ഛന് പുറത്തിറങ്ങാനായിട്ട് കഴിയും ജാമ്യം കിട്ടിയില്ലെങ്കിലും അച്ഛന് പെട്ടെന്ന് തന്നെ വരാനായിട്ട് കഴിയും. കാരണം അച്ഛനൊരു തെറ്റുകാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. പത്രത്തിലൂടെ തന്നെ അച്ഛൻ്റെ ഒരുപാട് കഥകളെല്ലാം വന്നിട്ടുണ്ട്. വിക്രം ഉണ്ടായതും അതേപോലെ തന്നെ എങ്ങനെയാണ് അച്ഛൻ അവനെ കണ്ടതെന്നും എന്നൊക്കെ സകലമാന ഡീറ്റെയിൽസും അവർ പത്രത്തിലൂടെ അടിച്ച് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പേടിയില്ല. ശരി മക്കളെ, എനിക്കും പേടിയൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ. ഇല്ല അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വരെ ഞങ്ങളിവിടെ നിൽക്കും, പക്ഷെ കോടതിയിലേക്ക് വരില്ല അതെനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, വേണ്ട, നിങ്ങളവിടെ വന്നു കഴിഞ്ഞാലേ അച്ഛന് സങ്കടവും, പിന്നെ അച്ഛനെ കണ്ണു നനയാതെ അവിടെ നിന്ന് പോകാനായിട്ട് പറ്റില്ല മോനെ, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, ഇവിടെ നിൽക്കണ്ടായെന്നേ, അച്ഛനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരെയും അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രകാശൻ ചങ്കുപൊട്ടിയൊരു അവസ്ഥ നിൽക്കുകയാണ്. തൻ്റെ പെൺമക്കളെ സ്നേഹിച്ച് തുടങ്ങിയതുള്ളല്ലോ, അതിനു മുമ്പ് തന്നെ തനിക്ക് ജയിലിൽ പോകേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇവർ 3 പേരും ആ ഒരു സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന് ഇങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി പറയാണ്, അച്ഛനെ ഏതായാലും കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം, എന്നിട്ട് ഞാനിവിടെ നിന്ന് പോകുള്ളൂ. അപ്പോൾ കാർത്തികയാണെങ്കിൽ അത് തന്നെ വേണം. കാദംബരിയും അത് സമ്മതിക്കുകയാണ്. അതെ, അച്ഛനെ കൊണ്ടുപോയിട്ട് നമുക്കിവിടെ നിന്ന് പോയാൽ മതി, അച്ഛനെ കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ ഭയങ്കര ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് CI വരുന്നത്. അപ്പോൾ CI ഇവരോട് ചോദിക്കണം, ആഹാ നിങ്ങൾ 3 ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോകില്ലേ, അത് ഞങ്ങൾക്ക് കാണണം, പക്ഷേ കോടതിയിലേക്ക് ഞങ്ങൾ വരില്ല സാറേ എന്ന് പറഞ്ഞപ്പോഴേക്കും, നിങ്ങൾ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ കോടതിയിൽ വെച്ചും ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നിങ്ങളെ ആ സമയത്ത് അവിടെ നിങ്ങളുടെ അച്ഛൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാനായിട്ട് പറ്റില്ല. പിന്നെ അയാളോട് കുറേ കഥകളെല്ലാം ചോദിച്ചായിരുന്നു. അയാൾ എന്നോട് കുറേ കഥകളെല്ലാം പറഞ്ഞു. പ്രത്യേകിച്ച് കല്യാണിയുടെയും കാർത്തികയുടെയും കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനാകെ ഷോക്കായിപ്പോയി. എന്തൊരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് കല്യാണിയുടെ ചെറുപ്രായത്തിൽ കല്യാണി അനുഭവിച്ച കുറേ കാര്യങ്ങളെല്ലാം ഇയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അപ്പം തന്നെ അയാളെ എടുത്ത് ലോക്കപ്പിൽ കെട്ടിത്തൂക്കാൻ എനിക്ക് തോന്നിയത്. അത്രയ്ക്കും ദേഷ്യം എനിക്ക് വന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണിയാണെങ്കിൽ, ഇല്ല സാറേ, ഇപ്പം എൻ്റെ അച്ഛൻ പാവമാണ് സാറേ. അതെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് പ്രകാശിൻ്റെ സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പ്രകാശിൻ്റെ സ്വഭാവം മാറിയല്ലോ, പ്രകാശൻ ഇപ്പം നല്ലൊരു അച്ഛനാണല്ലോ, പെൺമക്കളെ സ്നേഹിക്കുന്ന അച്ഛൻ. പക്ഷേ ആൺമകനെ വളർത്തി വഷളാക്കി കളഞ്ഞു അയാൾ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആകാനുള്ള കാരണം. ഇപ്പോൾ സ്വന്തം അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ അവന് മരിക്കേണ്ട ഗതി വന്നില്ലേ, ഇതൊക്കെയാണ് പറയുന്നത്.
ഈ മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണിപ്പോൾ ഇവിടെ സത്യമായിരിക്കുന്നത്. കാരണം മകനെ കണ്ട് ഒരുപാട് മോഹിച്ച് പ്രകാശൻ തനിക്ക് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയുമെന്നും പ്രകാശൻ വിചാരിച്ചു. പക്ഷേ അതെല്ലാം താറുമാറാക്കി മകൻ ഒരു വലിയൊരു ഗുണ്ടയായി മാറിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രകാശൻ എന്ന് പറഞ്ഞ അച്ഛൻ തകർന്നു പോയൊരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ കണ്ടില്ലേ, ഗതികെട്ട അച്ഛൻ സ്വന്തം മകൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊക്കെ ഒന്നും സഹിക്കാൻ പറ്റില്ല. സാറേ, എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും അത് സാധ്യത കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അച്ഛന് ജാമ്യം കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. പക്ഷേ പ്രകാശൻ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. വാർത്തയൊക്കെ വന്നത് കണ്ടില്ലേ, പ്രകാശിൻ്റെ ന്യായീകരണമൊക്കെ അവിടെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായിരിക്കുമെന്ന് ജനങ്ങൾ തന്നെ വിധിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നിങ്ങൾ പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കില്ല, ഞങ്ങൾ പോകുന്നില്ല, അച്ഛൻ പോയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ ഇവർ പറയാം. അങ്ങനെ എങ്കിൽ പിന്നെ സാറ് അച്ഛനെ കൊണ്ടുവരാനായിട്ട് പോവാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോലീസുകാർ നേരെ ലോക്കപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സാറേ, എപ്പോഴാണ് സാറേ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്? ഇപ്പം തന്നെ എന്നും പറഞ്ഞുകൊണ്ട്, എടോ ലോക്കപ്പ് തുറക്കടോ, എന്നിട്ട് പ്രകാശിനെ പുറത്തേക്ക് ഇറക്ക് എന്ന് പറഞ്ഞ് പ്രകാശിനെ പുറത്തേക്ക് ഇറക്കുക. അങ്ങനെ പ്രകാശിൻ്റെ രണ്ട് കൈയും പിടിച്ചിട്ട് നേരെ പോലീസുകാർ കൊണ്ടുവന്നപ്പോഴേക്കും 3 പെൺമക്കൾക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രകാശൻ ഇവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മക്കളെ, നിങ്ങൾ പോയില്ലായിരുന്നോ? ഇല്ല അച്ഛാ, അങ്ങനെ എങ്ങനെ ഞങ്ങൾക്ക് പോകാനായിട്ട് കഴിയുമോ അച്ഛാ? അച്ഛനെ ഈ ഒരു അവസ്ഥയിലിട്ടിട്ട് എനിക്ക് പോകാനായിട്ട് കഴിയുമോ? അച്ഛനെ കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി തന്നെ എവിടെ നിന്നത് എന്ന് പറയുകയാണ്. മക്കളെ, നിങ്ങളെ കണ്ട് ഞാൻ എങ്ങനെയാണ് മക്കളെ പോകുന്നത്? എൻ്റെ മനസ്സ് അത്രയ്ക്കും വേദനിക്കില്ലേ? ഉറപ്പായിട്ടും അച്ഛാ, അച്ഛൻ ജയിലൊന്നും കിടക്കേണ്ടി വരില്ല അച്ഛാ. എനിക്കറിയാം അച്ഛൻ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന് ജയിലിലൊന്നും കിടക്കേണ്ടി വരില്ല. ഞാനത് മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. ശരിയടാ മക്കളെ, ജയിലിലൊന്നും കിടക്കേണ്ടി വരില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ ഒരു കൂട്ടരുണ്ടല്ലോ, മനോഹർ ഇതേപോലെ തന്നെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല ജയിലിൽ കിടക്കുന്നത്. നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ വന്നവനെ കൊന്നിട്ടാ അവനും കിടക്കുന്നത്. അതുകൊണ്ട് അവനെ പോലുള്ളവരുണ്ടെങ്കിൽ അച്ഛന് സമാധാനമാണ് എന്നൊക്കെ പറയുമ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള സമയമായി. അങ്ങനെ നമ്മുടെ പ്രകാശനെ ജീപ്പിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഇവർ 3 പേരാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ജീപ്പിൽ നിന്ന് തന്നെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇവർക്ക് 3 പേർക്കും ടാറ്റയും കൊടുക്കുകയാണ്. അച്ഛനൊരു കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും പ്രകാശിൻ്റെ കണ്ണുകളവിടെ നിറയുന്നുണ്ട്. മക്കളതും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കും സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ അതിലേറെ കലിപ്പിലിരിക്കുക. കാരണം 2 പേരെ ഏൽപ്പിച്ചു കല്യാണിയെ കൊല്ലാൻ വേണ്ടി, പക്ഷേ ഒന്നും നടന്നില്ല. അതൊക്കെ നടക്കാത്തതിൻ്റെ നിരാശയിൽ നിൽക്കുകയാണ് അവിടെ സരയു. അപ്പോഴാണ് താര വരുന്നത്. അപ്പോൾ താരയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവനെ കൊന്നു, അവൻ അവസാനിച്ചല്ലോ. ഇപ്പതേ പ്രകാശൻ, അതായത് അവൻ്റെ തന്ത ജയിലിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഇനി ആ കൃത്യം ഞാൻ ചെയ്തോളാം. ഇനി ആരുമില്ലല്ലോ, 3 പേരും പോയില്ലേ, ശത്രുക്കളെല്ലാം പോയി. ഇനി കല്യാണി ഫ്രീ ആവും. പക്ഷേ അവൾക്കറിയില്ലല്ലോ യഥാർത്ഥ ശത്രു ഇവിടെയുള്ള കാര്യം. ഞാനാ ഇനി അവളെ കൊല്ലാനായിട്ട് പോകുന്നത്. ഏതായാലും അവളുടെ അസുഖമെല്ലാം മാറിക്കഴിയുമ്പോൾ എൻ്റെ ഒപ്പം സൈറ്റിലൊക്കെ വരുമല്ലോ. ആ സമയത്ത് നിലയുടെ മേളിൽ നിന്ന് അവളെ ഉന്തി താഴേക്കിടണം. അപ്പോഴെങ്കിലും അവൾ അവസാനിക്കുമല്ലോ. അതാണ് എനിക്ക് ആവശ്യം. ഇതേപോലെ സൈഡിൽ എൻ്റെ അച്ഛൻ അവളെ കൊല്ലാനായിട്ട് ചെന്നതാ. പക്ഷെ അവളുടെ പള്ളയ്ക്ക് അച്ഛൻ കത്തിയേറ്റി. അതോടെ കിരൺ വന്ന് അവളെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെടാനുള്ള കാരണം. പക്ഷേ ഇനി രക്ഷപ്പെടില്ല. തന്ത്രപൂർവ്വമായിരിക്കും ഞാൻ അവളെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നതും തള്ളിയിടുന്നതും ഒക്കെ തന്ത്രപൂർവ്വമായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട നമ്മുടെ താരക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുകയാണ്. എന്താ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ? കല്യാണി പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്. കല്യാണി എന്ത് പാവമെന്നാ? ഒരു ചെറുപ്പക്കാരൻ, അതായത് ഈ പണക്കാര ചെറുപ്പക്കാരനെ വളച്ചവള് കയ്യിലെടുത്ത് കല്യാണം കഴിച്ച് നടന്ന എൻ്റെ ജീവിതം തകർത്തവളാണ് അവള്. അപ്പോൾ അവൾക്കെതിരെയുള്ള പ്രതികാരം ഞാനും വിട്ടണ്ടേ? ഈ കല്യാണി ഇല്ലെന്നൊന്ന് വിചാരിച്ച് നോക്കിക്കണ്ടേ? കല്യാണി ഇല്ലായിരുന്നെങ്കിൽ കിരൺ എന്നെ തന്നെ കല്യാണം കഴിക്കുമായിരുന്നു, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു, ഇല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ താര പറയാണ്, കല്യാണി ഇല്ലാതെ കിരൺ ഉണ്ടാവില്ല, കിരൺ വേറൊരു കല്യാണം കഴിക്കില്ല എന്ന് പറയണം. ആര് പറഞ്ഞു അങ്ങനെ കഴിക്കില്ല എന്ന്? പക്ഷേ കഴിക്കും. കാരണം കല്യാണി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണിനൊരു
മോളാണ്, കിരണിനൊരു മോനാണ്, എനിക്കൊരു മോളുമാണ്. ഇവർക്ക് അച്ഛനും അമ്മയും വേണ്ടേ? അപ്പോൾ ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ തീരുമാനിക്കും. ദേ പിള്ളേർക്ക് അച്ഛനും അമ്മയും വേണമെന്ന്. അതുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങോട്ട് നിർബന്ധിക്കും നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കല്യാണം കഴിക്കും. ഇവരുടെ സമ്മർദ്ദം കൂടി വരാൻ നേരത്ത് കിരൺ അതിന് വഴങ്ങി കൊടുക്കാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. കിരണിൻ്റെ മുന്നിൽ ഞാൻ നല്ലൊരു പെർഫെക്റ്റ് ആളല്ലേ. അതുകൊണ്ട് കിരണ് എന്നെ കല്യാണം കഴിക്കും, എന്നെ സ്വീകരിക്കും. പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ പഴയ ജീവിതം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാവോ? എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരെങ്കിലോട് പറയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് മകൾക്ക് തന്നെ പാര വെക്കാൻ നിൽക്കരുത്. കല്യാണിയോട് സഹതാപം നിങ്ങൾക്ക് കൂടുതലാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആ സഹതാപമൊക്കെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാൽ മതി. അത് പുറത്തേക്ക് എടുക്കാൻ നിൽക്കരുത്. ഞാനറിയാതെ മെസ്സേജ് അടിച്ച് പോകരുതെന്ന് പറഞ്ഞ് മനസ്സിലായോ? ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും താര ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുക. അപ്പോൾ സരയു വീണ്ടും പറയാണ്, ആ മനോഹർ അവനേതായാലും ഇപ്പം നല്ല സ്വഭാവമായി മാറിയിരിക്കുകയല്ലേ. പക്ഷേ എനിക്ക് അവൻ അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അവനെ കൊല്ലണമെന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. കാരണം എൻ്റെ ജീവിതം തകർത്തവനാണ് അവൻ. അതുകൊണ്ട് അവനെ ഞാൻ കൊല്ലും. അവൻ ഇനി എപ്പോഴെങ്കിലും പരോളിൽ ഇറങ്ങുമല്ലോ ഇനിയും. അപ്പോൾ അവൻ എൻ്റെ കയ്യിൽ കിട്ടും. അതോടെ അവൻ്റെയും കഥ ക്ലോസ് ആയിരിക്കും എന്നിങ്ങനെ സരയു പറയാണ്. സരയുവിൻ്റെ ഈ ഭ്രാന്തമായ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും താരയ്ക്ക് കലിയും വരുന്നുണ്ട്. ഒന്നും പറയാനും പറ്റൂല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിളവും കൊച്ചു ആത്മഹത്യ ചെയ്യോ എന്നൊക്കെയോ ഉള്ളൊരു പേടി ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കുതിച്ചു വരികയാണ്. അപ്പോൾ സരയു പറയും, എന്താ ഈ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ പോയേ എനിക്കൊരു ചായ ഇട്ടിട്ട് വാ. ഈ തണുത്ത് മരവിച്ചിരിക്കുന്ന തലയില്ലേ ഒന്നും കൂടി ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് കല്യാണിയെ കൊല്ലാനുള്ള ആ ഒരു ഇതില്ലേ എനിക്ക് കൂടി കൂടി വരട്ടെ. എന്താ പോയി ചായ ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയെ ആട്ടിപ്പായിക്കുന്നത് പോലെ ആട്ടിപ്പായിക്കുകയാണ്. താരയ്ക്കൊന്നും പറയാൻ പറ്റാതെ താര അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരയാണ്. അപ്പം മനോഹറാണെങ്കിൽ ജയിലിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ കളച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ആ സമയത്താണ് പ്രകാശിനെ കൊണ്ട് വരുന്നത്. പ്രകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് മനോഹറിന് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പ്രകാശിൻ്റെ സങ്കടത്തോടു കൂടി തന്നെയാണ് വരുന്നത്. പ്രകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു. അവനെ കൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവനെ കൊല്ലണ്ടേ മനോഹരെ? എൻ്റെ പെൺമക്കളോടൊത്ത് ജീവിക്കാനായിട്ട് അവൻ അനുവദിക്കില്ല. എൻ്റെ പെൺമക്കളെയും ജീവിക്കാനായിട്ട് അവൻ അനുവദിക്കില്ല. അവരെ കൊന്നു കളയുമെന്നാണ് പറഞ്ഞത്. എൻ്റെ പെൺമക്കൾ എത്ര നല്ല മക്കളാണെന്ന് അറിയാവോ? ഓരോ അച്ഛനമ്മമാരും ചിന്തിക്കണം. ആൺമക്കളെ എല്ലാ സ്നേഹം കൊടുത്ത് വളർത്തുമ്പോൾ പെൺമക്കളെന്നുള്ളൊരു ചിന്തയും അവരുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ എല്ലാ സ്നേഹവും കൊടുത്ത് വളർത്തിയിട്ട് നമുക്ക് തന്നെ പാരയായിട്ട് മാറിയാലോ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയാണ്. പ്രകാശൻ്റെ ഓരോ വാക്കുകളും നമ്മുടെ മനോഹറിൻ്റെ ചെവിയിൽ ഇങ്ങനെ കുതിച്ചിങ്ങനെ കയറുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.